സോ ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളൊരു ഗെയിമറാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന 500 രൂപയ്ക്ക് താഴെ വരുന്ന ബെസ്റ്റ് ബഡ്ജറ്റായിട്ടുള്ള ഒരു അടിപൊളി PC ഗെയിം പാഡിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ എൻ്റെ റിവ്യൂസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം പാഡ് എന്ന് പറയുന്നത്. എൻ്ററിൻ്റെ ഗെയിം പാഡ് വിത്ത് വൈബ്രേഷൻ EGPV. നിങ്ങൾക്കിവിടെ കാണാം, ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് എൻ്ററിൻ്റെ ലോഗോയും അതുപോലെ അതിൻ്റെ താഴെ കാണാം ഗെയിം പാഡ് വിത്ത് വൈബ്രേഷൻ EGPV. നിങ്ങൾ കൺട്രോൾസ് കാണാം, ഗെയിം പാഡിൻ്റെ കൺട്രോൾസും അതുപോലെ അതിൻ്റെ PCയിലുള്ള കുത്താനുള്ള പിന്നും ഒക്കെ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കി നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും USB ഇൻ്റർഫേസ്. അത് നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം കമ്പാറ്റബിൾ വിത്ത് വിൻഡോസ്. കൂടാതെ കൺട്രോൾസ് കീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ കാണാം. ഇതെല്ലാം ഇവിടെ കൊടുത്തേക്കുന്നതാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ഇതിൽ എന്ന് വെച്ചാൽ കമ്പാറ്റബിൾ വിത്ത് ഏതൊക്കെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം USB ഇൻ്റർഫേസ്, പ്ലഗ് ആൻഡ് പ്ലേ കൊടുത്തിട്ടുണ്ട്. അത് കോഷനും അതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗെയിം പാഡ് എന്ന് പറയുന്നത്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം പാഡ് എന്ന് പറയുന്നത്, എൻ്ററിൻ്റെ ഗെയിം പാഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിവിടെ കാണാം എൻ്ററിൻ്റെ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സെലക്ട്, സ്റ്റാർട്ട് അതുപോലെ അൺലോഗ് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടെ നിങ്ങൾക്കിവിടെ കാണാം ഡയറക്ഷണൽ സ്വിച്ചസ് നിങ്ങൾക്കിവിടെ കാണാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സൈഡിലായിട്ട് ഇവിടെ ലെഫ്റ്റിൻ്റെ ട്രിഗേഴ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം അൺലോഗ് സ്വിച്ചസ് എല്ലാം ഇവിടെ നോക്കി നല്ല സ്മൂത്താണ് ഇതിൻ്റെ. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ 1 2 3 4 എന്നുള്ള സ്വിച്ചത്ത്. ഇപ്പോൾ എക്സ്ബോക്സ് 360 ആണെങ്കിൽ നമുക്കറിയാം എക്സ് ഇത് A, ഇത് X, ഇത് Y, ഇത് B, ഇത് Y. ഇങ്ങനെയാണ് എക്സ്ബോക്സ് 360 വരുന്നത്. ഇപ്പോൾ പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാം, അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ച് ഇത് കംഫർട്ടബിൾ തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ വയറെന്ന് പറയുന്നത്. അപ്പോൾ വയറിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നിങ്ങൾക്കിവിടെ കാണാം. ഇതാണ് ട്രിഗേഴ്സ്, ലെഫ്റ്റിലുള്ള ട്രിഗേഴ്സ്, റൈറ്റ് സൈഡിലുള്ള ട്രിഗേഴ്സ്, ഇതാണ് റൈറ്റ് സൈഡിലുള്ള ട്രിഗേഴ്സ്. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ലോഗോ കൊടുത്തിട്ടുണ്ട് USB ഗെയിം പാഡ് സിംഗിൾ W വൈബ്രേഷൻ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അത്യാവശ്യം ഇതിൻ്റെ നിങ്ങൾക്കാണ് ലുക്ക് തന്നെ കണ്ടോ, ഗെയിമിങ്ങിൻ്റെ ഗെയിം പാഡ് നല്ല ലുക്കിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഡീസൻ്റ് ആണ്. അപ്പോൾ പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണാം ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ നല്ല ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് നേരെ പ്ലഗ് ആൻഡ് പ്ലേ ആണ്. എന്ന് വെച്ചാൽ നേരെ USB നേരെ PCയിലോ അതോ ലാപ്ടോപ്പിലോ കണക്റ്റ് ആക്കിയാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കളിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ USB പിൻ നേരെ കണക്ട് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് സിമ്പിളായിട്ട് പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ നിങ്ങൾക്ക് ഫോണിൽ നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ തന്നെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചൊരു പിന്ന് കാണിച്ചാൽ ഒരു പിന്ന്, ഈ പിന്നുണ്ട് നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ സിമ്പിളായിട്ട് കളിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസിലോട്ട് പോകാം. പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണാം PES, ബാറ്റ്മാൻ, Dirt 3, NFS പോലുള്ള പോപ്പുലർ ഗെയിംസ് ഞാൻ കളിച്ച് നോക്കി. അപ്പോൾ നിങ്ങൾക്കിവിടെ ഞാൻ കളിക്കുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കളിച്ച് നോക്കി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഇതിൻ്റെ റെസ്പോൺസ് ടൈം ഞാൻ നോക്കിയപ്പോൾ നല്ല കറക്റ്റായിട്ട് റെസ്പോൺസ് ടൈമാണ് കിട്ടുന്നത്. അത് കൃത്യമായ റെസ്പോൺസ് എല്ലാ ബട്ടൺസിനും ഉണ്ട്. അതുപോലെ കീസൊക്കെയാണ് നല്ല കംഫർട്ടബിളാണ്, നമുക്കൊക്കെ നല്ല ഗെയിം കളിക്കാൻ നല്ല സ്മൂത്തായിട്ടുള്ള കീസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ട്രിഗേഴ്സൊക്കെയാണ് നല്ലൊരു റെസ്പോൺസാണ്, നമ്മൾ കൃത്യമായിട്ട് റെസ്പോൺസ് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഡയറക്ഷണൽ പാഡ് നമുക്ക് സ്മൂത്തായിട്ട് പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ ഇത് വെറുതെ തന്നെ പറയാൻ സാധിക്കും ഈ ഒരു ഗെയിം പാഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം USB കണക്റ്റ് ആക്കിയ ശേഷം USB PC കണക്റ്റ് ആക്കിയ ശേഷം നിങ്ങൾക്ക് അൺലോക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം റെഡ് ലൈറ്റ് വരുന്നതാണ്, റെഡ് ലൈറ്റ് ഓൺ ആവുന്നതാണ്.
അതുപോലെ നിങ്ങൾക്ക് Xbox 360 കൺട്രോളിൻ്റെ ഒരു കൺട്രോൾസ് വെച്ച് നിങ്ങൾക്ക് PC-യിലാണ് ലാപ്ടോപ്പായാലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് കളിക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതിന് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും നമ്മുടെ ചാനലിൽ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓവറോൾ ഈ ഒരു എൻഡറിൻ്റെ ഈ GPV ഗെയിം പാഡ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്, എസ്പെഷ്യലി ഗെയിമേഴ്സിന്. അപ്പോൾ നിങ്ങളൊരു ബഡ്ജറ്റായിട്ടുള്ള അനുസരിച്ചുള്ളൊരു ഗെയിം പാഡാണ് നോക്കുന്നതെങ്കിൽ ഞാൻ പറയും എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് നല്ല ചോയ്സ് തന്നെയാണ് ഈ ഗെയിം പാഡ് എന്ന് പറയുന്നത്. അതും 500 രൂപയ്ക്ക് താഴെയാണിത്, അണ്ടർ 500 റുപ്പീസ്. അപ്പോൾ നല്ലൊരു ചോയ്സ് തന്നെയാണ് ഈ ഗെയിം പാഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് വാങ്ങിച്ച് 350 രൂപയാണ് എൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബൈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് പോയി വാങ്ങിക്കാവുന്നതാണ്. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോഴത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനി ലഭിക്കുന്നതിനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ ടെക്നോളജി വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.